നമഃ ശിവായ. ഇനി നമുക്ക് ചിദംബരത്തെ ആനന്ദതാണ്ഡവത്തെപ്പറ്റി മനസ്സിലാക്കാം. ദാരുവനത്തിൽ ഭഗവാൻ ആനന്ദതാണ്ഡവം നടത്തിയ കാഴ്ച ദിവ്യശക്തിയുള്ള എല്ലാ ദേവന്മാരും മഹർഷിമാരും അറിഞ്ഞു. ഈ വാർത്ത കേട്ട പതഞ്ജലി മഹർഷിക്കും വ്യാഘ്രപാദ മഹർഷിക്കും ആ നൃത്തം നേരിട്ട് കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായി. അവർ ഭഗവാനോട് പ്രാർത്ഥിച്ചു, പ്രഭോ, അങ്ങയുടെ ആനന്ദതാണ്ഡവ നൃത്തം ഞങ്ങൾക്കും ദർശിക്കാനാകട്ടെ. ഭഗവാൻ അവരുടെ ഭക്തി കേട്ടു. അദ്ദേഹം പറഞ്ഞു, എന്റെ നൃത്തം ഇനി തില്ലൈ വനത്തിൽ, ഇന്നത്തെ ചിദംബരത്തിൽ ഭക്തർക്കായി ദർശനമാകട്ടെ. ചിദംബരത്തിലെ ആനന്ദതാണ്ഡവം. അങ്ങനെ ഭഗവാൻ നടരാജമൂർത്തിയായി തില്ലൈ വനത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവിടെ പതഞ്ജലി മഹർഷിയും വ്യാഘ്രപാദ മഹർഷിയും ഭക്തിയോടെ നിന്നപ്പോൾ ഭഗവാൻ വീണ്ടും ആനന്ദതാണ്ഡവം ആടി. ചിദംബര രഹസ്യം. ഇവിടെ നിന്നാണ് ചിദംബര രഹസ്യം എന്ന ആശയം വന്നത്. അതായത്, ദൈവം ഒരു വിഗ്രഹത്തിൽ മാത്രം അല്ല, ആകാശം പോലെ രൂപമില്ലാത്ത ശക്തിയായി നമ്മുടെ ഉള്ളിലും എല്ലായിടത്തും നിലകൊള്ളുന്നു. സാരാംശം. ചിദംബരം എന്നത് ജ്ഞാനത്തിന്റെ ആകാശം എന്നാണ് അർത്ഥം. അതിനാൽ ചിദംബരം എന്നാൽ നടരാജമൂർത്തി ആനന്ദതാണ്ഡവമാടുന്ന പുണ്യഭൂമിയും ദൈവം എല്ലായിടത്തും ഉള്ളതായി നമ്മെ പഠിപ്പിക്കുന്ന സ്ഥലവുമാണ്. ഇത് നമ്മെ ഒരു വലിയ സത്യം ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തെ പുറത്തു മാത്രം അന്വേഷിക്കേണ്ടതില്ല, നമ്മുടെ ഉള്ളിൽ ശാന്തിയും ഭക്തിയും ഉണ്ടെങ്കിൽ അവിടെ തന്നെയാണ് ചിദംബരം, അവിടെ തന്നെയാണ് ഭഗവാൻ ആനന്ദതാണ്ഡവം ചെയ്യുന്നത്.